Good morning, my dears. Today our topic production function with two variable inputs, that is isocons. Previous class we discussed the topic law of variable proportion. Law of variable proportion in the short-run production function. This short-run production function is the last topic. Then production function is classified short-run production function. Second one is long-run production function. Then law of variable proportion is short-run production function. Law of variable proportion discuss law of variable proportion states that if one factor of input, one factor is used more and more, keeping other factors remain constant, the total output will increase at an increasing rate in the beginning and then at a diminishing rate and eventually decreases absolutely. Our production function നമ്മൾ പഠിച്ചത് ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷനിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ദെൻ അതിൻ്റെ റിട്ടേൺസ് ടു സ്കെയിൽ എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ഉണ്ടായിരിക്കാം, ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്, നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചത്. Then second one പറയുന്നത് അതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്ടും നമുക്ക് വേരിയബിൾ ആണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് ടു വേരിയബിൾ ഇൻപുട്ട്സ്. Production function with two input, then production function with two variable inputs, that is also called as isocons. Then നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലെ എന്താണ് ഐസോകോൺസ് എന്നാണ് പറയുന്നത്. ദെൻ അവിടെ the law of variable proportion explains production function with one variable input. Law of returns to scale explains production function with all input variable. When there are two input and these two inputs are varied, its impact on production is explained by isocons. അതായത് ഈ ഐസോകോൺസ് എന്ന് പറയുന്നില്ലേ, ഐസോകോൺസ് അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഐസോകോൺസ്, ഈ ഐസോകോൺസിലെ ടു ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. രണ്ട് ഇൻപുട്ട് ഫാക്ടേഴ്സ് ലേബറും ക്യാപിറ്റലും ആയിട്ട് എടുക്കാം. ആ രണ്ട് ഇൻപുട്ട് ഫാക്ടേഴ്സ് മാത്രമാണ് വേരിയബിളായിട്ട് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് ടു വേരിയബിൾ ഇൻപുട്ട്സിലെ ഐസോകോൺസ് അതിൽ പറയുന്നത് ദെൻ അവിടെ എന്താണ്, രണ്ട് ഇൻപുട്ടിൽ മാത്രം മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ്. That is, in Greek, iso means equal and con means quantity. Therefore, isocon means equal quantity. ഏത് രീതിയിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാലും ഈക്വൽ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും നമ്മളതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി. Then isocons means equal quantity. Isocons means equal quantity. Therefore, isocon means equal quantity. Isocons may be defined as equal quantity curve that represents the same level of output. Any point on an isocons will represent the same level of output. In other words, isocons shows different combination of two input that can produce the same level of output. അപ്പോൾ എന്താ ഐസോകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോകോൺസ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഇൻപുട്ട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഏതെങ്കിലും രണ്ട് ഇൻപുട്ടുകളിൽ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഇൻപുട്ട്സ് എന്നാണ് പറയുന്നത്. ഐസോകോൺ ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ടു ഇൻപുട്ട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ദെൻ ഒന്നുകൂടെ പറയാം, ഐസോകോൺസ് ആർ ദ കർവ്സ് വിച്ച് റെപ്രസെൻറ്റ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് പ്രൊഡ്യൂസിങ് ദ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. എനി പോയിന്റ് ഓൺ ആൻ ഐസോകോൺ റെപ്രസെൻറ്റ്സ് ദ yield ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയിട്ട് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നോക്കാം. ഈ കോമ്പിനേഷനിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി, E. Unit of labor and unit of capital. Unit of labor, unit of capital 20, 15, 11, 8, 6. Then 1, 2, 3, 4, 5. Output is 100.
output is 100. ഇവിടെ വേരിയസ് കോമ്പിനേഷൻസ് ആണ്. വേരിയസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഈ കോമ്പിനേഷനിൽ ലാബറും ക്യാപിറ്റലും ഉണ്ട്. ഈ ലാബറും കോമ്പിനേഷൻ ഇതിൽ 20 യൂണിറ്റ്സ് ഓഫ് ലാബറും 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. സെയിം ടൈം ലാബർ എന്ന് പറയുന്നത് ഒന്നുകൂടി ഡിക്രീസ് ചെയ്തു. 20 എന്നുള്ളത് 15 ആക്കിയിട്ട് മാറ്റി. ക്യാപിറ്റൽ, അതായത് ലാബർ കുറഞ്ഞു, പകരം ക്യാപിറ്റൽ കൂട്ടി. 1 എന്നുള്ളത് 2 ആക്കി മാറ്റി. അപ്പോഴും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ്. അതേസമയം യൂണിറ്റ് ഓഫ് ലാബർ 15 എന്നുള്ളത് 11, ഒന്നുകൂടെ കുറച്ചു 8, 6, അതായത് ലാബർ കുറച്ചുകൊണ്ടിരിക്കുകയും സെയിം ടൈം ക്യാപിറ്റൽ കൂട്ടുകയും ചെയ്തു കഴിഞ്ഞപ്പോഴും ഔട്ട്പുട്ട് എല്ലാ ലെവലിലും സെയിം തന്നെയാണ്. ദെൻ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിന് എന്ത് പറയുക, ഐസോകോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോകോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോകോൺസ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൽ യാതൊരു വ്യത്യാസമില്ല. ഏതെങ്കിലും അത് ആ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അർത്ഥം. ഏതെങ്കിലും ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫാക്ടർ കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഫാക്ടർ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും, ഈ 2 കോമ്പിനേഷനും ഒരേ സമയം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അവിടെയാണ് ഐസോകോൺസ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ എന്താ ഐസോകോൺ എന്ന് പറയുമ്പോൾ, ഐസോകോണിലെ വേരിയബിൾ, അതായത് 2 വേരിയബിൾ ഇൻപുട്സ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഐസോകോൺസ്. ഐസോകോൺസ് മീൻസ് ഈക്വൽ ക്വാണ്ടിറ്റി. ഐസോകോൺസ് റെപ്രസെൻറ്റ്സ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പോൾ എ എന്ന് പറയുന്ന കോമ്പിനേഷനാണോ ബി എന്ന് പറയുന്ന കോമ്പിനേഷനോ, ഇതിൽ ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ മാനേജർ ശ്രദ്ധിക്കും ഏത് കോമ്പിനേഷൻ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുക. ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ട് സെയിം തന്നെയാണ്. എയിലെ 20:1, 15:2, 11:3, 8:4, 6:5 എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് അവിടെ എന്ത് തന്നെയായിരിക്കും? ഔട്ട്പുട്ട് 100 എന്ന് പറയുന്നതിലാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഐസോകോൺസ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഈക്വൽ ക്വാണ്ടിറ്റി, ഈക്വൽ പ്രൊഡക്റ്റ് കോമ്പിനേഷൻ. ഇതിനെയാണ് നമ്മൾ ഈക്വൽ പ്രൊഡക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമ്പിനേഷനിൽ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലേബർ 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, 20 യൂണിറ്റ് ഓഫ് ലേബർ, ദെൻ 2. ഞാനിവിടെ എന്ത് ചെയ്യും, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഐസോകോൺ കർവ് നമുക്ക് കാണാം. ദറ്റ് ഈസ് ഇങ്ങനെയായിരിക്കും അതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. ദറ്റ് ഈസ് ഐസോകോൺസ് കർവ്. ദെൻ ഇവിടെ 100 യൂണിറ്റ് ആണ് ഇവിടെ കിട്ടുക. ഔട്ട്പുട്ട് സെയിം ആണ്. ഏത് കോമ്പിനേഷൻസ് ഉപയോഗിച്ചാലും, എ ബി സി ഡി ഇ എന്നൊക്കെ പറയുന്ന ഏത് കോമ്പിനേഷൻ ഉപയോഗിച്ചാലും ഇങ്ങനെയാണ് ഈ ഐസോകോൺസിലെ 2 ഇൻപുട്ട് വേരിയബിൾസിനെല്ലാം 2 ഇൻപുട്ടിനെയും നമുക്ക് വാരി ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ടേബിൾ പ്രസൻറ്റേഷനും ഇതിനെന്തെന്ന് പറയുന്നു, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്നും പറയണം. Then graphical presentation isocond, then isocond are the curve which represent the different combination of input producing particular quantity of output. Any point on the isocond represent or yield the same level of output. Then next one is isocond important ആണ്. Then next one is what are the assumptions of isocond. Then 4-5 പോയിന്റ് നിങ്ങളവിടെ കുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ഐസോകോണ്ട്. ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. വാട്ട് ഈസ് മെന്റ് ബൈ ഐസോകോണ്ട് ആൻഡ് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ഐസോകോണ്ട്. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്ട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഐസോകോണ്ട് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്ട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഐസോകോണ്ട്. Assumptions of isoconds, there are only, first one is assumption, there are only 2 inputs. Isocond എന്ന് പറയുന്നതിൽ 2 ഇൻപുട്ട്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ദെൻ അവിടെ നമ്മൾ പറഞ്ഞു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഐസോകോൺ കർവിലെ ഐസോകോൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ദർ ആർ ഓൺലി 2 ഇൻപുട്ട്സ്, 2 ഇൻപുട്ടുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദ 2 ഇൻപുട്ട്സ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. ഒന്നിന് പകരം മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ദ 2 ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. If quantity of labor is reduced, the quantity of capital must be increased to produce the same output. പിന്നെ പറയുന്നത് എന്താ? The 2 input can be substituted for each other. If quantity of labor is reduced, the quantity of capital must be increased to produce the same level of output. There are only 2 input. The 2 input can be substituted for each other. ഒന്നിന് പകരം മറ്റൊന്ന് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാനുള്ള കാരണം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്തോറും ലേബർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ലേബർ ഡിക്രീസ് ചെയ്യുന്തോറും ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എന്ത് പറയാം? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്താ? 2 inputs can be substituted for each other. If quantity of labor is reduced, the quantity of capital must be increased to produce the same level of output. Then third point is technology remains constant. ടെക്നോളജിയിൽ യാതൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. ടെക്നോളജി remain constant. The shape of the isocont depends upon the extent of substitutability of the 2 inputs. ഫോർത്ത് പോയിന്റിലെ ദ ഷേപ്പ് ഓഫ് ദ ഐസോകോണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ദ ഷേപ്പ് ഓഫ് ദ ഐസോകോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ 2 ഇൻപുട്ട്. അതായത് ഐസോകോണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ഒന്നിന് പകരം മറ്റൊന്ന് എത്രമാത്രം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തിരി മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. Isocons shows different combination of 2 inputs that can produce the same level of output. Isocont shows different combination of 2 inputs that can produce the same level of output. That is also called as ഐസോകോൺസ്. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. ഈ കോമ്പിനേഷൻസിലെ വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ഐസോകോണ്ടിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ദർ ആർ ഓൺലി 2 ഇൻപുട്ട് വേരിയബിൾ. ഐസോകോൺസിൽ 2 ഇൻപുട്ട് വേരിയബിൾ മാത്രമേ പാടുള്ളൂ. കുറിച്ച് വയ്ക്കുക. ദർ ആർ ഓൺലി 2 ഇൻപുട്ട്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ 2 ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ. ഒരു ഇൻപുട്ടിന് പകരം മറ്റൊരു ഇൻപുട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. ദെൻ ബാക്കിയുള്ള എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടെക്നോളജി റിമെയിൻ കോൺസ്റ്റൻറ്റ്. കാരണം 2 ഇൻപുട്ട് ഫാക്ടേഴ്സ് മാത്രമാണ് അവിടെ വാരി ചെയ്യുന്നുള്ളൂ. അവിടെ നമുക്ക് പറയാനുള്ളത് എന്താണ്? ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ടെക്നോളജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഫോർത്ത് പോയിന്റിലെ ദ ഷേപ്പ് ഓഫ് ദ ഐസോകോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ 2 ഇൻപുട്ട്സ്. അതായത് ദ ഷേപ്പ് ഓഫ് ഐസോകോൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ 2 ഇൻപുട്ട്സ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയെ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്തു നോക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ടോപ്പിക് അതാണ് വാട്ട് ഈസ് മെൻ ബൈ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. Then diminishing marginal rate of technical substitution. The term marginal rate of technical substitution refers to the rate at which one factor of production is substituted in place of the other factor, the quantity of output remaining the same. ഒന്നുകൂടെ പറയാം. The term marginal MRTS. നെക്സ്റ്റ് പറയുന്നത് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ, ഇവിടെ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ as already stated that an important assumption that in the isocon diagram is that input can be substituted for each other. ഇവിടെ നമ്മൾ പഠിച്ചതിലെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് കുറയ്ക്കുകയും മറ്റൊരു ഇൻപുട്ട് കൂട്ടുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇഫ് യൂണിറ്റ് ഓഫ് ലേബർ ഈസ് റെഡ്യൂസ്ഡ്, ലേബർ കുറച്ച് കഴിഞ്ഞാൽ ഇഫ് യൂണിറ്റ് ഓഫ് ലേബർ ഈസ് റെഡ്യൂസ്ഡ് ദ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ മസ്റ്റ് ബി ഇൻക്രീസ്ഡ്. ലേബർ കുറയ്ക്കും തോറും അവിടെ എന്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്? യൂണിറ്റ് ഓഫ് ലേബർ ഈസ് റെഡ്യൂസ്ഡ് ദ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്.
ഹിയർ വി വാണ്ട് ടു നോ ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഫാക്ടറി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ. ഇവിടെ നമ്മൾ ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യുമ്പോൾ ആ ലേബറിന് ഉണ്ടാകാവുന്ന റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? അതേസമയം ക്യാപിറ്റലിന് ഉണ്ടാകാവുന്ന ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ദ ടേം മാർജിനൽ റേറ്റ് ഓഫ്, അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ MRTS? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ refers to the rate at which one factor of production is substituted in place of other factor. Marginal rate of technical substitution means that refers to the rate at which one factor of production is substituted in place of അതർ ഫാക്ടർ. ഏതെങ്കിലും ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാനുള്ള റേറ്റ് എത്രമാത്രം യൂസ് ചെയ്യാനായിട്ട് കഴിയും എന്ന് പറയുന്ന ആ ഒരു റേറ്റിനെയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Then the marginal rate of technical substitution of capital for labor may be defined as unit of labor which can be replaced by one unit of capital, keeping the same level of output. In other words, it is a ratio small decrease in the amount of labor and small increase in the amount of capital. Small decrease in the amount of ലേബർ, ചെറിയ രീതിയിൽ ഈ ലേബറിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ക്യാപിറ്റൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത് സ്മോൾ ഡിക്രീസ് ഇൻ എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് സ്മോൾ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, സോ ആസ് ടു കീപ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട്. Same level of output. The ratio delta L divided by delta K is called the marginal rate of technical substitution of capital for labor. അതായത് ക്യാപിറ്റൽ ലേബറും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ MRTS ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എന്നുള്ളതാണ്. ഡെൽറ്റ കെ എന്ന് പറയുന്ന ചേഞ്ചസിന് ഇവിടെ ചേഞ്ചസ് എത്രയാണ് വരുന്നത്? ഇവിടെ 20 15 ആകുമ്പോഴേക്കും 5 ദെൻ 1 ഈ രീതിയിലാണ് അതിൻ്റെ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ദെൻ ഓവർ ദാറ്റ് മീൻസ് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 21 എന്നുള്ളത് ഇവിടെ ഒന്നും വേണ്ട. ദെൻ 20 എന്നുള്ളത് 5 ആയി. ദറ്റ് ഈസ് 5:1, 4:1, 3:1, 2:1. ഇങ്ങനെയാണ് ഏത് വരുന്നത്? MRTS വരിക. ഈ MRTS ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അതായത് ആദ്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, 20 എന്ന് പറയുന്ന ലേബർ 15 ആയിട്ട് മാറി. ദെൻ 5 യൂണിറ്റ് ഓഫ് ലേബർ ഡിക്രീസ് ചെയ്തു, 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അഗെയിൻ 15 11 ആയി, 4 യൂണിറ്റ് ഓഫ് ലേബർ ഡിക്രീസ് ചെയ്തു, 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. ദെൻ 5:1, 4:1, 3:1, 2:1. ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് അവിടെ എന്ത് MRTS മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. 5:1, 4:1, 3:1 ആൻഡ് 2:1 എന്നുള്ള രീതിയിലാണ്. ദെൻ അവിടെ as more and more unit of capital are substituted to labor, each additional unit of capital contributes less output. While when labor is reduced, each last unit of labor contributes more and more of output, because inefficient unit of capital are coming to production while inefficient unit of labor are going out of production. Marginal productivity of capital will decrease and marginal productivity of labor will increase. ഇവിടെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ വിൽ ഡിക്രീസ്. കാരണം ക്യാപിറ്റൽ കൂടുന്തോറും മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനിലെ മാർജിനൽ റേറ്റ് ഓഫ് ക്യാപിറ്റൽ decreases and marginal rate of labor will be increases. Then avada will decrease and marginal productivity of labor will be increases. That will move from left to right on the isocon MPK divided by MPL. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ യൂണിറ്റ് കൂടുന്തോറും മാർജിനൽ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ വിൽ ബി ഇൻക്രീസസ്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ 5 യൂണിറ്റ് വരെ കൂട്ടിക്കഴിഞ്ഞപ്പോഴും ഔട്ട്പുട്ട് എത്ര തന്നെയാണ്? 100 യൂണിറ്റ് തന്നെയാണ്.
അപ്പോൾ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം MRTS കുറയുകയാണ് ചെയ്യുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുക. കാരണം ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നിടത്ത് 5 യൂണിറ്റ് ഉപയോഗപ്പെടുത്തിയപ്പോഴും നമുക്ക് കിട്ടുന്നത് 100 യൂണിറ്റ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നില്ല, പകരം ഏത് കുറച്ചു, ലേബർ കുറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനിലെ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ വിൽ ബി ഡിക്രീസസ്. ആ ക്യാപിറ്റൽ കുറയുകയും മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ലേബർ 20 യൂണിറ്റ് ഉപയോഗിക്കേണ്ടടുത്ത് 6 യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴേക്കും അത്ര തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ MRTS ലേബറിൻ്റെ ഇൻക്രീസ് ചെയ്യുകയും MRTS ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ വിൽ ഡിക്രീസ് ആൻഡ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വിൽ ഇൻക്രീസ്. Thus, when we move from left to right on the isocons, substituting more capital in place of labor, MPK divided by MPL will diminish. MRTS is equal to delta L divided by delta K is equal to MPK divided by MPL. ഇതാണ് മാർജിനൽ റേറ്റ്. അപ്പോൾ എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MRTS, the term marginal rate of technical substitution refers to the rate at which one factor of production is substituted in place of the other factor. എന്താ പറയുക, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനിലെ the term marginal rate of technical substitution refers to rate at which one factor of production is substituted in place of the other factor, the quantity of output remaining the same. Then next topic isocon map എന്നുള്ളതാണ്. Isocons is a series of isocons is an isocon map. What is meant by isocon map? A series of isocons is an isocon map. Higher level of isocons represents higher level of output. In isocon map shown, and there are 4 isocons. Then ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. And what is meant by isocon map? Isocon map consists of number of isocons. ഒന്നിൽ കൂടുതൽ ഐസോകോൺസുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഐസോകോൺ കർവ്, അത് കൂടിച്ചേർന്നിട്ടുള്ള തന്നെയാണ് ഇത് പറയുക. ഐസോകോൺ മാപ്പ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഐസോകോൺസ്. ഇവിടെ ഐസോകോൺ മാപ്പ് എന്ന് പറയുമ്പോൾ ഐസോകോൺ മാപ്പ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഐസോകോൺസ്. ദെൻ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുന്നത് 100 യൂണിറ്റ്, ദെൻ 200 യൂണിറ്റ്, ദെൻ 300 യൂണിറ്റ്, 400 യൂണിറ്റ്, 400 യൂണിറ്റ്. ദെൻ ഇങ്ങനെ നമ്പർ ഓഫ് ഐസോകോൺസ് കൺസിസ്റ്റ് ഇൻ എ കർവ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഐസോകോൺ മാപ്പ്. ഒരുപാട് ഐസോകോണ്ട് കർവുകൾ കൂടിച്ചേർന്നിട്ടുള്ളത് തന്നെയാണ് നമ്മളെന്ത് പറയുക, ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഐസോകോണ്ട് മാപ്പ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഐസോകോൺസ്. ആൻഡ് ഐസോകോണ്ട് മാപ്പ് ഗീവ്സ് എ സീരീസ് ഓഫ് ഈക്വൽ പ്രൊഡക്റ്റ് സർവീസസ്. Each of isocons in the map indicate different level of output. A higher isocon represents higher level of output. Higher isocon എന്ന് പറയുന്നത് 400 ആണ്. Higher isocon reflects higher unit of output. Lower isocons represents lower unit of isocons എന്നുള്ളതാണ്. ഇതിലൊക്കെ ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേസമയം തന്നെ ഇവിടെയും നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത് ഒരുപാട്, അതായത് ദറ്റ് ഈസ് ഈച്ച് ഐസോകോണ്ട് ഇൻ ദ മാപ്പ് ഇൻഡിക്കേറ്റ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ടാണ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുക. ദ ഫർദർ ഐസോകോൺ ഫ്രം ദ ഒറിജിൻ ദ ഗ്രേറ്റർ വിൽ ബി ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അലോങ് ഇറ്റ്. ബട്ട് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് distance between two equal product curves does not measure the absolute difference in the volume of output. Equal product map is also known as equal product. Isocon map is isocon map means it is a consist of number of isocons. Then adile next topic, properties or features of, very very important question, properties or features of isocon. ഐസോകോണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? What are the features or properties of isocon?
Next, properties of isochond. Properties of isochond. Properties of isochond. First one is isochond is downward sloping to the right. First point is isochonds sloping to the right. Isochond എല്ലായ്പ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പാണ്, നമ്മൾ ഈ കണ്ടുപിടിച്ച പോലെ തന്നെ. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പാണ് ഇതിനുണ്ടാവുക, ഐസോകോണ്ടിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ് ഐസോകോണ്ട് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പ് ടു ദ റൈറ്റ്, റൈറ്റിലേക്കുള്ള സ്ലോപ്പ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇഫ് മോർ ഓഫ് വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് ലെസ് ഓഫ് ദ അതർ ഫാക്ടർ ഈസ് നീഡഡ് ഫോർ പ്രൊഡ്യൂസിങ് ദ സെയിം ഔട്ട്പുട്ട്. അതിന് കാരണമാവുന്നത് എന്താ? ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അതിനനുസരിച്ച് ആനുപാതികമായി മറ്റൊരു ഇൻപുട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. നമ്മുടെ ലേബർ കുറയ്ക്കും തോറും നമ്മൾ എന്ത് ചെയ്തിരുന്നു? ക്യാപിറ്റൽ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഐസോകോൺസ് നമുക്ക് എന്താ പറയുക? ഐസോകോണ്ട് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്. ദാറ്റ് മീൻസ് ഇഫ് മോർ ഓഫ് വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് ലെസ് ഓഫ് ദ അതർ ഈസ് നീഡഡ് ഫോർ പ്രൊഡ്യൂസിങ് ദ സെയിം ഔട്ട്പുട്ട്. Then second one is a higher isocond represents larger output. പിന്നെ പറയുന്ന പോയിന്റ് എ ഹയർ ഐസോകോണ്ട്, ഏറ്റവും അകലെ കിടക്കുന്ന എ ഹയർ ഐസോകോണ്ട് റെപ്രസെൻറ്റ്സ് ലാർജർ ഔട്ട്പുട്ട്. എ ഹയർ ഐസോകോണ്ട് റെപ്രസെൻറ്റ്സ് ലാർജർ ഔട്ട്പുട്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഐസോകോണ്ട് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്. ഐസോകോണ്ട് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്. സെക്കൻഡ് വൺ, എ ഹയർ ഐസോകോണ്ട് റെപ്രസെൻറ്റ്സ് ഹയർ ഓർ ലാർജർ ഔട്ട്പുട്ട്. തേർഡ് പോയിന്റ്, നോ ഐസോകോൺസ് ഇൻ്റർസെക്റ്റ് ഓർ ടച്ച് ദർ. ഒരു കാരണവശാലും തേർഡ് പോയിന്റിൽ ഐസോകോണ്ട് ഡസ് നോട്ട് ടച്ച് ഈച്ച് ദർ. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ദാറ്റ് മീൻസ് നോ ഐസോകോണ്ട് ഇൻ്റർസെക്റ്റ് ഓർ ടച്ച് ദർ. ഒരു കാരണവശാലും രണ്ട് ഐസോകോണ്ടുകൾ തമ്മിൽ തീരെ കൂട്ടിമുട്ടില്ല. നോ ഐസോകോൺസ് ഇൻ്റർസെക്റ്റ് ഓർ ടച്ച് ഈച്ച് ദർ. If so, it will mean that there will be a common point on the two curves. This further means the same amount of labor and capital can produce the two level of output, which is meaningless. Isocond എന്ന് പറയുമ്പോൾ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? ഐസോകോണ്ട് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ്. അതായത് ഐസോകോണ്ട് എല്ലായ്പ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റിൽ എ ഹയർ ഐസോകോണ്ട് റെപ്രസെൻറ്റ്സ് ലാർജർ ഔട്ട്പുട്ട്. ഒരു ഹയർ ഐസോകോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ലാർജർ ഔട്ട്പുട്ട്. തേർഡ് പോയിന്റിൽ നോ ഐസോകോണ്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് ദർ. ഒരു കാരണവശാലും ഈ ഐസോകോണ്ടുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ദെൻ അതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഇവിടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോകോൺസിനെ സംബന്ധിച്ചിടത്തോളം ഡസ് നോട്ട്. നോ ഐസോകോൺസ് ഇൻ്റർസെക്റ്റ് ഓർ ടച്ച് ഈച്ച് ദർ. ഒരിക്കലും അത് കൂട്ടിമുട്ടുന്നില്ല. ദെൻ ഫോർത്ത് പോയിന്റിൽ ഐസോകോൺസ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് ദർ. Isocons need not be parallel to each other. Isocons ഒരു കാരണവശാലും അതെന്താവില്ല? നീഡ് നോട്ട് ബി പാരലൽ, സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ പാരലലായിട്ട് പോവില്ല, അതൊരു കർവ് ഷേപ്പിലാണ് പോവുക. ഐസോകോൺസ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് ഐസോകോൺസ് ഷെഡ്യൂൾസ് നീഡ് നോട്ട് ബി നെസസറി ബി ഈക്വൽ. Usually they are found different and therefore. The next one is isocond is convex to origin. എപ്പോഴും ഒരു കോൺവെക്സ് ആയിരിക്കും അതിൻ്റെ ഒറിജിൻ. എങ്ങനെയായിരിക്കും അത്? കോൺവെക്സ് ടു ഒറിജിൻ എന്ന് പറയുന്നു. Then this implies that the slope of the isocond diminishes from left to right along with the curve. This is because of the operation of the principle of diminishing marginal rate of technical substitution. Next one, no isocond can touch either axis. ഒന്നുകിൽ ഒരു ഐസോകോണ്ടും, അതായത് ഒട്ടും ഒരെണ്ണം സീറോ ആയിട്ട് മാറില്ല, അതായത് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ എന്ത് എത്തില്ല, ദെൻ ഒരു ഐസോകോൺസും ടച്ച് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക എന്ന് പറയുന്നതാണ്. ക്യാപിറ്റൽ സീറോ ആയി മാറുകയോ ലാബർ സീറോ ആയിട്ട് മാറുകയോ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുക. ഇവിടെ എന്ത് പറയുന്നു? നോ ഐസോകോൺ ക്യാൻ ടച്ച് ഐദർ ആക്സിസ്. ആക്സിസിൽ ഒരു കാരണവശാലും ടച്ച് ചെയ്യില്ല. ഐസോകോൺസ് ഹാവ് നെഗറ്റീവ് സ്ലോപ്പാണ്. This is because the quantity of one factor is increased, the quantity of other factors must be reduced so that total output remain the same. If marginal rate of the factor becomes zero, the isocond will bend back and it will have positive slope.
അത് ടച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് ബെൻഡായി പോകും. പക്ഷേ ഇത് നെഗറ്റീവ് സ്ലോപ്പ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താ? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട്? Isocont is downward sloping to the right. First one, isoconts are downward sloping to the right. A higher isocont represents larger output. A higher isocont represents larger output. No isoconts intersect or touch each other. No isoconts intersect or touch each other. Isoconts need not be parallel to each other. Isoconts need not be parallel to each other. Isocont is convex to the origin. No isocont can touch either axis. Isoconts have negative slope. What are the properties of isocont? Isocont is downward slope left to right. Isocont എല്ലായ്പ്പോഴും left to right downward slope ആയിരിക്കും. A higher isocont represents the same level of output. ഏറ്റവും ഹയർ ഐസോകോണ്ട് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നോ ഐസോകോൺസ് ഇൻ്റർസെക്റ്റ് ഈച്ച് ദർ. ഒരു കാരണവശാലും ഐസോകോൺസുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല, കൂട്ടിമുട്ടുന്നില്ല. നോ ഐസോകോൺസ് ഇൻ്റർസെക്റ്റ് ഓർ ടച്ച് ഈച്ച് ദർ. ഐസോകോൺസ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് ദർ. ഐസോകോൺസ് ഒരു കാരണവശാലും പാരലൽ ആവില്ല. ഐസോകോൺസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകോൺസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ. നോ ഐസോകോണ്ട് ക്യാൻ ടച്ച് ഐദർ ആക്സിസ്. ഐസോകോൺസുകൾ ഒരു കാരണവശാലും എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ടച്ച് ചെയ്യില്ല. ഐസോകോൺസ് ഹാവ് നെഗറ്റീവ് സ്ലോപ്പ്. അത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഐസോകോസ്റ്റിക് കർവും അതേപോലെ തന്നെ ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷനും കൂടെ നോക്കാനുണ്ട്. ദറ്റ് ഈസ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് അടുത്ത കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. എന്താണ് ഐസോകോസ്റ്റിക് കർവ് എന്ന് നോക്കണം. അതേസമയം അത് എങ്ങനെയാണത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്ന് കൂടെ നോക്കാം. അപ്പോൾ നമുക്കിതൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മളിന്ന് പഠിച്ചിരിക്കണേ നോക്കാം. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഈ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ ഇൻപുട്ട് വേരിയബിൾ. ഒരു ഇൻപുട്ട് മാത്രം വാരി ചെയ്തുകൊണ്ട് പ്രൊഡക്ഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നത് പഠിച്ചിട്ടുള്ളതാണ് ഇത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. പിന്നെ പറയുന്നത് അവിടെ വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ഒരു ഇൻപുട്ട് ഫാക്ടർ മാത്രമാണ് അവിടെ വേരിയബിളായിട്ട് വരുന്നുള്ളൂ. എന്നാൽ ലോങ് റൺ പ്രൊഡക്ഷൻ അത് പഠിച്ചിട്ടില്ല. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ലോങ് റണ്ണിൽ നമുക്ക് വേരിയബിളാണ്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ 3 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ്, സെക്കൻഡ് സ്റ്റേജ് ഈസ് ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ്, തേർഡ് സ്റ്റേജ് ഈസ് നെഗറ്റീവ് റിട്ടേൺസ്. അവിടെ നമുക്ക് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റിനെ കുറിച്ചും ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ MPP മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ലോങ് റൺ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ഐസോകോൺസ്. അതായത് ഐസോകോണ്ട് എന്ന് പറയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 ഇൻപുട്ട് വേരിയബിൾ. അതായത് 2 ഇൻപുട്ട് വേരിയബിൾ വെച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോകോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 പ്രൊഡക്ഷൻ ഫംഗ്ഷനായി അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ, ഷോർട്ട് റണ്ണിൽ 1 ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ഐസോകോണ്ട് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 ഇൻപുട്ട് വേരിയബിൾ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 ഇൻപുട്ട് വേരിയബിൾ വെച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐസോകോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ഐസോകോൺസ് എന്ന് ചോദിക്കുമ്പോൾ ഐസോകോണ്ട് ഷോ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്ട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എന്താ പറയുക? ഐസോകോൺസ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഇൻപുട്ട്സ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ദെൻ അവിടെ ലേബർ എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ലേബർ ഡിക്രീസ് ചെയ്യുകയും യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോസസ്സ്. യൂണിറ്റ് ഓഫ് ലേബർ ഡിക്രീസസ് ആൻഡ് യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്. Then
The table is an isocon table. It shows the same. പിന്നെ നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നോക്കി. ഡിഫറെൻറ്റ് കോമ്പിനേഷനിലും നമ്മൾ എന്ത് ചെയ്തു, എ ബി സി ഡി ഇ എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ലാബർ ഇൻക്രീസ് ചെയ്യുകയും ലാബർ ഡിക്രീസ് ചെയ്യുകയും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. അതിൻ്റെ ടേബിൾ പ്രസൻറ്റേഷനാണ് ഐസോകോൺ ടേബിളാണിത്. അതേസമയം നമ്മളതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് isocon curve. Graphical representation of two input production function is called as isocon curve എന്ന് പറയാനായിട്ട് സാധിക്കും. Then next one is what is meant by MRTS. MRTS എന്ന് പറഞ്ഞാൽ എന്താ? Marginal rate of technical substitution. Marginal rate of technical substitution. The term marginal rate of technical substitution refers to the rate at which one input factor of production is substituted to another. The quantity of output remain the same. ഔട്ട്പുട്ട് നമുക്ക് സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ടിന് പകരം മറ്റൊരു ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദെൻ ഐസോകോണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്, ഐസോകോൺസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ അവിടെ സ്മോൾ ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് സ്മോൾ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ MRTS എന്ന് പറയുന്നത് സ്മോൾ ഡിക്രീസ് ഇൻ ലേബർ ആൻഡ് സ്മോൾ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. MRTS എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് ആൻഡ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻക്രീസസ്. No. The next one is isocont map. An isocont map consists of number of isocons. ഒരുപാട് ഐസോകോണ്ടുകൾ ഇതേപോലെ കൂടിച്ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. The next topic നമ്മൾ what are the very important question, what is meant by isocont and what are the properties of isocont. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊരു 5-6 പോയിന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട് പറയാം. ഫസ്റ്റ് വൺ ഈസ് isocont is downward sloping to the right. ഐസോകോണ്ട് എല്ലായ്പ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും. എ ഹയർ ഐസോകോണ്ട് റെപ്രസെൻറ്റ്സ് ലാർജർ ഔട്ട്പുട്ട്. No isocont intersect or touch each other. Isocont need not be parallel to each other. Isoconts need not be parallel to each other. Isocont is convex to the origin. Isocont is convex to the origin. എല്ലായ്പ്പോഴും ഒരു കോൺവെക്സ് അതായത് ഒരു കർവ് എന്ന് പറയുന്ന ഒരു ഷേപ്പിലായിരിക്കും എന്ത് കാണുക, ദെൻ ഐസോകോൺസ് കാണുക. സോ പറഞ്ഞ ഐസോകോണ്ട് ഈസ് ഡൗൺവേർഡ് സ്റ്റോപ്പിംഗ് ടു ദ റൈറ്റ്. ഹയർ ഐസോകോണ്ട് റെപ്രസെൻറ്റ്സ് ലാർജർ ഔട്ട്പുട്ട്. നോ ഐസോകോണ്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഐസോകോൺസ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഐസോകോൺസ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. നോ ഐസോകോണ്ട് ക്യാൻ ടച്ച് ഐദർ ആക്സിസ്. ഐസോകോണ്ട് ഹാവ് നെഗറ്റീവ് സ്ലോപ്പ്. ഒരു കാരണവശാലും ഐസോകോണ്ടിന് നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ടായിരിക്കില്ല. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട്. ഇത്രയാണ് ഐസോകോണ്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഐസോകോണ്ട് എന്താണെന്നും ഐസോകോണ്ട് മാപ്പ് എന്താണെന്നും പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട് വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കി നോട്ട്ബുക്കിൽ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ കാണിക്കുക, പഠിക്കുക. നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ആൾ.